കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സേതുമാധവൻ രണ്ടും കൽപ്പിച്ച് അച്ചുവിനെയും ശ്രീഹരിനെയും കൂടെ പൊന്നുമടത്തിലേക്ക് കയറ്റുവാണ്. പക്ഷെ പൂർണ്ണിമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പൂർണ്ണിമ ചാടിത്തുള്ളി മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. പിന്നീട് ഋതു സ്വാതിയും കൂടെ പുറകെ ചെല്ലുവാണ്. ഋതു എന്നിട്ട് പറഞ്ഞു, അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ എന്തിനമ്മ സമ്മതിച്ചേ? അമ്മ എന്തിനാ അവരെ അകത്തേക്ക് കയറ്റിയെന്ന് ചോദിക്കാം. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, അകത്തേക്ക് ഞാൻ കയറ്റിയതാണോ? അവൻ ബലമായിട്ട് പറഞ്ഞ് അവനല്ലേ അവരെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റിയെന്ന് ചോദിക്കാം. അമ്മ ഇങ്ങനെ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ അധികാരം സ്ഥാപിക്കത്തുള്ളൂ. ഇപ്പൊ അയാൾ പറയുന്ന പോലെ തന്നെയാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഇത് കണ്ടപ്പോ സാധു പറഞ്ഞു, അതേമ്മേ ഒരു വലിയേട്ടൻ ചമയല്. അവൻ ഇനി ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന ആര് കണ്ടു? അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, അച്ചുശേച്ചി ഇതിനൊപ്പം കിടന്ന് തുള്ളുവല്ലേ ചെയ്യുന്നേ. അല്ലെങ്കിലും ആ ശ്രീഹരിനെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് പകരം എന്തൊക്കെ പരിപാടികളെ കാണിച്ചു കൂട്ടുന്നേ. നമുക്ക് തന്നെ വലിയ നാണക്കേടല്ലെന്നൊക്കെ ചോദിക്കാം. പൂർണ്ണിമ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഒരു കാരണവശാലും ഞാൻ ഈ ബന്ധം അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ പൂർണ്ണിമ ആരാന്ന് ശരിക്കും അറിയാൻ പോകുന്നുള്ളെന്ന് പറയാം. അമ്മ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആ പല്ലവിക്ക് ഇവിടെ എന്താ സ്ഥാനമുള്ളേ? പല്ലവി എന്തിനാ ഈ വീട്ടിൽ കയറി പൊറുക്കുന്നേ? അതിന്റെ വല്ല കാര്യമുണ്ടോ? പല്ലവി നിൽക്കുന്നതോടൊപ്പം സേതുമാധവനും രണ്ടുപേരും കൂടെ ഇവിടെ കാമുകന്മാരായിട്ട് കഴിയുമല്ലേ. അമ്മയ്ക്ക് ഇതൊന്നും കാണാൻ കണ്ണില്ലേ? അമ്മ എന്തിനാ അവളോട് ഇവിടെ നിന്നോളം പറഞ്ഞെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാന് വേണ്ട അമ്മ കൂടുതലൊന്നും പറയണ്ട. അമ്മയ്ക്ക് ഇപ്പോഴും ആ പല്ലവിയോട് കാര്യമാ, അതുകൊണ്ടാ പ്രശ്നം. സേതുമാധവൻ അത് മുതലെടുക്കുകയും ചെയ്യാം. രണ്ടെണ്ണത്തിനെ അടിച്ചിറക്കേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ്. ആ സമയം പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി വിളക്കൊക്കെ വെച്ചു അച്ചു. പിന്നീട് അവിടെ നിന്ന് മനം ഉരി പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് നേരെ പോയത് മാധവമേനൊരു ഫോട്ടോയ്ക്ക് മുന്നില്ല. അവിടെ ചെന്ന് നിന്നിട്ട് ശ്രീഹരി അച്ചും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ചുവിന്റെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മയുടെ ഇപ്പോഴത്തെ പിണക്കങ്ങളും കാര്യങ്ങളും എല്ലാം മാറണം. ശ്രീഹരിക്കും തനിക്ക് നല്ലൊരു ജീവിതം കിട്ടണം. ഒരു കാരണവശാലും അച്ഛ എന്നോട് ദേഷ്യപ്പെടല്ല. കാരണം മുകളിലിരുന്നാലും ഞങ്ങളെ അനുഗ്രഹിക്കണം. എൻ്റെ മനസ്സ് അച്ഛൻ അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു പക്ഷെ അച്ഛനിപ്പോൾ ജീവിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ വലിയേട്ടൻ കാണിച്ചുകൊണ്ടൊരു പണി അച്ഛനെ കാണിക്കുള്ളൂ. ഞാൻ ശ്രീഹരിയുള്ള വിവാഹം നടത്തി തന്നെ. എനിക്കറിയാം അച്ഛൻ്റെ മനസ്സ് എങ്ങനെയാന്ന്. ഒരു കാരണവശാലും എനിക്ക് നല്ലതല്ലാത്ത ഒന്നും അച്ഛന് മേടിച്ചരില്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഈ കാര്യത്തിലും എൻ്റെ വിവാഹ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും. അച്ഛന് ഒരിക്കലും ഒരു തെറ്റ് പറ്റാറില്ല. ഇപ്പൊ അച്ഛന്റെ സ്ഥാനത്താണ് വലിയേട്ടൻ നിന്ന് നടത്തി തന്നിരിക്കുന്നത്. എൻ്റെ മനസ്സറിഞ്ഞിട്ട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കരയുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സേതുവും പല്ലവിയും കൂടെ വരുവാണ്. സേതു വന്നിട്ട് പറഞ്ഞു, ഇതെന്താന്ന് കാണിക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് അച്ഛനെ ചേർത്ത് പിടിക്കാം. പോട്ടെ സാരമില്ല എന്ന് പറയണം. എന്നാലും എനിക്ക് സഹിക്കുന്നില്ല അമ്മ എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അത് പൂർണ്ണിമനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം പൂർണ്ണിമയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. പെട്ടെന്നൊരു നിമിഷം ഇങ്ങനെ താലി കെട്ടി കൊണ്ടുവന്നാൽ ആർക്കാ സഹിക്കാൻ പറ്റുന്ന കാര്യം? അതൊക്കെ പതുക്കെ മാറിക്കോളൂ എന്ന് പറയാം. പിന്നീട് അച്ഛനോട് പറഞ്ഞു, മോള് മുറിയിലേക്ക് ഇന്ന് ഡ്രസ്സൊക്കെ മാറാൻ പറയണം. ആ സമയം ശ്രീഹരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ശ്രീഹരി പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയം പല്ലവി സേതുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സേതുവേട്ടാ ഇങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവണേന്ന് ചോദിക്കാം. എന്ത്? അല്ല ഇതുവരെയായിട്ടും കണ്ടില്ലേ അമ്മയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു കാര്യം ചെയ്താലോ? ഉള്ള സത്യം കൂടെ തുറന്നു പറഞ്ഞാലും ചോദിക്കുക. എന്തെന്ന്? അല്ല അത് പിന്നെ ആ കാര്യമൊക്കെ ഞാൻ കാരണമാണ് ശ്രീഹരി അച്ഛൻ തമ്മിൽ ഒന്നായെന്ന്. ശ്രീഹരിയുടെ കാര്യം ഞാനാണ് സേതുവേട്ടനോട് പറഞ്ഞെന്നുള്ളത്. ഇനി ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. സേതുവേട്ടൻ്റെ മേലെ എല്ലാവരും കുറ്റം ചുമത്തുന്നതിന് മുമ്പ് എനിക്ക് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് പറയാം. നീ എന്താ പല്ലവി ഇങ്ങനെ? ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ നിന്നെ വെറുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടെ. എന്നോടുള്ള ദേഷ്യം കുഴപ്പമില്ല, അത് മാറിക്കോളും പതുക്കെ. മാറിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എൻ്റെ അച്ഛന് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ, അത് മാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ. പക്ഷേങ്കിൽ അങ്ങനെയാണോ? നീ ആന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കത് ഭയങ്കര വിഷമമായി തരുമെന്ന് പറയണം. അപ്പോഴേക്ക് കുറുപ്പമ്മാവനും കൂടെ അങ്ങോട്ട് വന്നു. കുറുപ്പമ്മാവൻ പറഞ്ഞു, സാരമില്ല വിഷമിക്കൊണ്ടും വേണ്ട. ഇപ്പോഴത്തെ ഈ സാഹചര്യം ഇതൊക്കെ മാറിക്കോളും. പൂർണ്ണിമ തിരിച്ച് സ്നേഹിക്കുന്ന ഒരു സമയം വരും, അവരെ ചേർത്ത് പിടിക്കും, എല്ലാം മാറുമെന്ന് പറയണം. സേതു പറഞ്ഞു, എനിക്ക് എൻ്റെ പ്രതീക്ഷകളൊക്കെ നശിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം. സാരമില്ല സേതു, നമ്മൾ ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. ഒരു പക്ഷേങ്കിൽ മാധവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. കാര്യങ്ങളൊക്കെ അറിയാലോ, നീ ധൈര്യമായിട്ടിരിക്കുക. എന്തിനു വേദന ഞാൻ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ പ്രതാപന്റെ കാര്യം അറിയാലോ, അവനാണെങ്കിൽ എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് വന്നത്. അവൻ ആ എണ്ണ ഒഴിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അതും കൂടെ ആയി കഴിയുമ്പോഴത്തേനും പൂർണ്ണിമയുടെ സ്വഭാവം മാറുന്നത്. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ പ്രതാപനെ നോക്കിയാൽ മതി സേതു, അവനാണ് ഏറ്റവും വിഷമത്തെന്ന് പറയാം. സേതു പറഞ്ഞ അവനെ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. പിന്നീട് കുറുപ്പമ്മാവനും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ശ്രീഹരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രീഹരി വല്ലാത്തൊരു വിഷമത്തില. അവസാനം ശ്രീഹരിയുടെ അടുത്തേക്ക് സേതു ചെല്ലുവാണ്.
എന്താ ശ്രീഹരി, നീ എന്താ വിഷമിച്ചിരിക്കണെന്ന് നിൽക്കും. എനിക്കറിയില്ല സേതുവേട്ടാ, ഞാൻ എന്താ ചെയ്യണ്ടേ. ഞാൻ ഒരിക്കലും ഈ പൊന്നുമടത്തിലെ സ്വത്തോ പണമോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ അച്ഛനെ ഇഷ്ടപ്പെട്ടത്, അച്ഛനോട് ഇഷ്ടമെന്ന് തുറന്നു പറയുകയും ചെയ്തു. എപ്പോഴും ഏതൊരു നിമിഷം ആ നിഖിലിനെ പോലെയുള്ള ഒരുത്തിന്റെ കയ്യിൽ അച്ഛനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ സംഭവിക്കുമെന്ന് അറിയാലോ. അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയവനാ. അവൻ പക്കാ ഫ്രോഡാന്ന് തിരിച്ചറിഞ്ഞവനാ. പക്ഷെ എന്നിട്ട് പോലും ഈ ബന്ധത്തിന് ഞാൻ തയ്യാറായില്ല. കാരണം എന്താണെന്നറിയാവോ? ഒരു പക്ഷേ എനിക്ക് അതിനുള്ള അർഹതയില്ലെന്ന് തോന്നി. ഇപ്പൊ തന്നെ പൂർണ്ണാമ്മ വിളിച്ചു പറഞ്ഞു, ഞാൻ അനാഥനാണ്, ആരുമില്ലാത്തവനാണ്, അച്ഛനാരാന്നറിയില്ല, അമ്മ ആരാന്നറിയത്തില്ല. അങ്ങനെയുള്ള ഒരുത്തിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊന്നുമടത്തിലെ പെണ്ണെ കല്യാണം കഴിച്ചതെന്ന്. എല്ലാരും കാണുന്ന യോഗ്യത മറ്റൊന്നാ. ചെറുക്കന്റെ സ്വഭാവ കാര്യങ്ങളൊന്നുമല്ല. അവൾക്ക് പണം പ്രതാപം വേണം, പറയാൻ കുടുംബമഹിമയും വേണം. ഇതൊന്നും എനിക്കില്ലല്ലോ എന്ന് പറയാം. സെയ്ത് പറഞ്ഞു, എടാ അതൊന്നും വേണ്ട, നീ എന്റെ കൂട്ടുകാരനല്ലേ. അതിനേക്കാൾ ഉപരി ബേബിച്ചേച്ചി പറഞ്ഞ നീ കേട്ടോ. ഇവിടുത്തെ വെറും ജോലിക്കാരി മാത്രം. എന്നിട്ട് ബേബിച്ചേച്ചി പറഞ്ഞു കേട്ടോ, ശ്രീഹരി എന്റെ മകനാന്ന്, ഞാൻ അവന്റെ അമ്മയാണ്. ആ ബേബിച്ചേച്ചിക്ക് പോലും നിന്നോട് അത്ര സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അച്ഛനോട് അത്ര സ്നേഹമുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് പൂർണ്ണാമ്മയ്ക്ക് കഴിയാതെ പോയി. സാരില്ല, പൂർണ്ണാമ്മ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അതുവരെ നീ കാത്തിരിക്കാൻ പറയാ. സേതുവേട്ടാ, സേതുവേട്ടൻ ഒരു വാക്ക് ഇപ്പൊ പറഞ്ഞാൽ മതി. ഇപ്പൊ എനിക്ക് പോകാൻ സമ്മതമാ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാന്ന് പറയാണ്. അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാ. ഏയ്, പോകാൻ വേണ്ടിയിട്ടാണോ നിന്റെ അച്ഛനെ ഞാൻ കൈപിടിച്ചേൽപ്പിച്ചേ? ഒരു കാരണവശാലും ഇല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. നീ എങ്ങോട്ടേക്കും പോകുന്നില്ല. ഇവിടെ നിനക്ക് പിടിച്ചു നിന്നല്ലേ മതിയാവുള്ളൂ. അച്ഛൻ്റെ കഴുത്തിൽ കിട്ടിയ താലി നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി അവളെ ജീവിതാവസാനം വരെ നോക്കണ്ടേ നിന്റെ കടമയാണ്. നീ ഒന്നുമില്ലാത്തവനായിരിക്കാം, പക്ഷെ നിന്നെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല. നിനക്കെല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. ഈ പണത്തിലൊന്നുമല്ല കാര്യം, ഒരു പെണ്ണിനെ എങ്ങനെ നോക്കുന്നു ഭർത്താവ്, അതിലാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത്. നിന്നെ കൊണ്ട് അതിന് സാധിക്കും. ഒന്നുമില്ലെങ്കിൽ നീ ഒരാണല്ലേടാന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി ശ്രീഹരിക്ക്. നമുക്കൊരു പ്രതിസന്ധി വന്നു കഴിയുമ്പോഴത്തേനും താങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഒരു പോട്ടെ ഇതെല്ലാം ശരിയാവുമെന്ന് പറയാൻ ഒരാള് ചിലപ്പോൾ ഒരു ആശ്വാസമാക്കും. അതായിരിക്കും ജീവിതത്തെ തിരികെ കൊണ്ടുവരാനായിട്ട് എന്ന് പറഞ്ഞ പോലെയാണ് ശ്രീഹരിയുടെ അവസ്ഥ. സേതുമാധവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരിക്ക് പിന്നീട് ഉള്ളിലെ വിഷമങ്ങളൊക്കെ പോയി. സന്ധ്യയായി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ്റെ അടുത്തേക്ക് പല്ലവി എല്ലുവാണ്. അപ്പൊ അച്ഛനാണ് ആകെപ്പാടെ വിഷമമാണ്. കാരണം അമ്മ തന്നോട് പിണങ്ങിയിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിനായിട്ടും മിണ്ടിയിട്ടില്ല. പിന്നീട് പല്ലവി എന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛൻ അമ്മയുടെ അടുത്തേക്ക് പോയെന്ന് ചോദിക്കുക. ഇല്ല, ഞാൻ അമ്മേനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അച്ഛൻ പോയെന്ന് സംസാരിക്കാൻ പറയണം. പിന്നീട് അച്ഛനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. പൂർണ്ണിമയുടെ അടുത്തേക്ക് അച്ഛൻ ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ മൈൻഡ് ആയിരിക്കുക. അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ, ഇത് ഇതിനകത്ത് ശ്രീഹരി കുറ്റക്കാരനല്ല, ഞാൻ ആ കുറ്റക്കാരി. എനിക്ക് ശ്രീഹരിനെ ഇഷ്ടമായിരുന്നു. പക്ഷെങ്കിൽ ആ നിഖിലിനെ പോലുള്ള ഫ്രോഡ് അവൻ കാരണമായി ഇതെല്ലാം സംഭവിച്ചെന്ന് പറയാം. ഇത് കേട്ടത് ഇത് പറഞ്ഞു, നീ ഒരു അക്ഷരം പോലും മിണ്ടിപ്പോയക്കല്ലേ. എനിക്കറിയാം, നിന്റെ വലിയേട്ടനെ ഇവിടുന്ന് ചാടിച്ചു വിടുന്നു കണ്ടിട്ടല്ലേ നീ ആ നിഖിൽ ഒരു ഫ്രോഡാന്നറിഞ്ഞിട്ടും ശ്രീഹരിനെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായത്. കാരണം അയാൾക്ക് വിൽപത്രത്തിലൊന്നും യാതൊരു അവകാശം വരത്തില്ലേ. കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് അത് തടയാൻ വേണ്ടി നീ ചെയ്തല്ലേ നിൽക്കും. ദേ ഋതു, നീ അനാവശ്യം പറയരുത്. ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലെന്ന് പറയാം. വെറുതെ നീ കള്ളത്തരം പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനെ കുറ്റപ്പെടുത്തണം. അവസാനം പൂർണ്ണിമ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടാവും. ഒരു കാര്യം ഞാൻ പറഞ്ഞു, എന്നോട് ഇവിടെ സംസാരിക്കാനും വരണ്ട, ആരും ഒന്നിനും വരണ്ട. ബലമായിട്ട് കയറിയല്ലേ, ജീവിക്കോ മരിക്കോ എന്താന്ന് വെച്ച് ചെയ്തു. എന്നോട് ആരും ഒരു കാര്യം പോലും പറയാൻ വരണ്ടെന്ന് പറയാം. പിന്നീട് അച്ഛൻ ഒന്നും മിണ്ടാതെ വിഷമിച്ച് അവിടുന്ന് മുറിയിലേക്ക് പോരുവാണ്. ആ സമയത്ത് ശ്രീഹരി പുറത്തിങ്ങനെ നിൽക്കുക. ശ്രീഹരിക്ക് എന്തിനെന്നില്ല. പിന്നെ അച്ഛൻ നേരെ ശ്രീഹരിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ശ്രീഹരിയോട് പറഞ്ഞു, ഞാൻ കാരണമല്ലേ ശ്രീഹരിക്ക് ഈ വിഷമങ്ങളൊക്കെ ഉണ്ടായത്. സാരമില്ല, എല്ലാം ശരിയാകുമെന്ന് പറയാം. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. പക്ഷേങ്കിൽ അച്ഛൻ്റെ കാര്യത്തിലാന്ന് പറയണം. ആ സമയം സേതുവും പല്ലവിയും കൂടി ഒരു കാര്യം തീരുമാനിച്ചു. ഇന്നവരുടെ ആദ്യരാത്രിയാ, മണിയറയൊക്കെ അലങ്കരിക്കണം. അങ്ങനെ അവര് മണിയറ അലങ്കരിക്കാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പൊ പൂവൊക്കെ കൊണ്ടുവന്ന് സേതുവും പല്ലവിയും കൂടെ കൂടിയിട്ടാ മണിയറയിലൊക്കെ നല്ല ഗംഭീരമായിട്ട് അലങ്കരിക്കുക. പുതിയ ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ്. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പൂർണ്ണിമ വരുന്നത്. സേതുവും പല്ലവിയും കൂടെ മണിയറ അലങ്കരിക്കുന്നത് കണ്ടു. പൂർണ്ണിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു മണിയറ പോലും അലങ്കരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം കൂടെ ആ ഷീറ്റ് അങ്ങോട്ട് വലിച്ചു പറിക്കുവാണ്. അതെല്ലാം കൂടെ കുറഞ്ഞൊരു മൂലക്കിലേക്ക് ഇടുവാണ്. അലങ്കരിച്ച് മുഴുവൻ വെറുതെ ആയിപ്പോയി. രണ്ടെണ്ണത്തിനും കൂടെ നാണം ഉണ്ടോ നിൽക്കുന്നൊക്കെ ചോദിച്ചിട്ട് കുറ്റപ്പെടുത്തുവാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ഇതുപോലത്തെ പരിപാടികളൊന്നും നടക്കത്തില്ല എന്ന് പറയണം. അവന് ഇതുവരെ ഞാൻ വീട്ടിൽ കയറ്റാൻ പോലും സംഭവിച്ചില്ല. നീയൊക്കെ കൂടി കയറ്റി, എന്നിട്ട് എൻ്റെ വീട്ടിൽ മണിയറ അലങ്കരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് രോഷാവുലയാവുകയാണ്. അവസാനം സേതുവിന് എന്ത് ചെയ്യാനും നടത്തില്ല. പൂർണ്ണം ഇതും പറഞ്ഞ് എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് അങ്ങോട്ട് പോയി. പല്ലവി പറഞ്ഞ്, സാരമില്ല സേതുവേട്ടാ, ഈ പൂവിലെ ഇതൊന്നും എന്ത് കഥയിരിക്കുന്നു. മണിയറ അലങ്കരിക്കുന്നതിന് കഥയില്ല. അവരാണ് ഒരുമിച്ച് ജീവിക്കുന്നത്, അവരുടെ ജീവിതമാണ് ഏറ്റവും വലുത് എന്ന് പറയാണ്. അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തവരല്ലല്ലോ, കൊച്ചുകുട്ടിയൊന്നുമില്ല, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറയാം. അവർക്ക് ഈ മണിയറ അലങ്കരിക്കുന്നതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരിക്കില്ല. അച്ഛൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ അറിയാലോ. അച്ഛൻ അത്ര വലിയ കാര്യമായിട്ട് ആഗ്രഹിക്കുന്ന പെൺകുട്ടി അല്ല എന്ന് പറയണം. പിന്നീട്
അച്ചുവിൻ്റെ ശ്രീഹരിയുടെ അടുത്തേക്ക് ഇല്ലാണ്. ശ്രീഹരിയോട് സേതു ചില നീ ഡ്രസ്സൊന്നും മാറുന്നില്ലെന്ന് ചോദിക്കും. അല്ല അത് പിന്നെ സേതുവേട്ടാ നീ പോയി ഡ്രസ്സൊക്കെ മാറാൻ പറയണം. അങ്ങനെ ശ്രീഹരിനെ മുറിയിലേക്ക് പറഞ്ഞു വിടുവാണ്. ശ്രീഹരി ഡ്രസ്സൊക്കെ മാറാൻ പോയി. ആ സമയം അച്ഛനെ വിളിച്ചുകൊണ്ട് പല്ലവി അടുക്കളയിലേക്ക് പോവാണ്. ഒരു ഗ്ലാസ് പാല് വേവിച്ചേച്ചോട് പറഞ്ഞ് ചൂടാക്കുവാണ്. പിന്നീട് വേവിച്ചേച്ചി പറഞ്ഞ് മോളൊരു കാര്യം ചെയ്യുക ഈ പാല് കൊണ്ടേ കൊടുക്കാൻ പറയാണ്. പിന്നീട് അച്ഛനെ മുറിയിലേക്ക് ഏറ്റുവിടുന്ന വേവിച്ചേച്ചിയും പല്ലവിയൊക്കെ ചേർന്നിട്ടാണ്. അങ്ങനെ മുറിയിലേക്ക് ഏറ്റുവിട്ട് പാലുമായിട്ട് ശ്രീഹരിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ശ്രീഹരി ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല അത്. കാരണം തന്റെ കല്യാണം നടക്കുമെന്നോ ആദ്യരാത്രി നടക്കുമെന്നോ ഇങ്ങോട്ട് വരണ്ട വരുമെന്നോ പൊന്നുമടത്തിലെ മരുമോനാവുന്നൊന്നും പ്രതീക്ഷ കാര്യമായിരുന്നല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ പൂർണ്ണിമ സേതും തമ്മിലായിരിക്കും വമ്പ ഫൈറ്റ് നടക്കുന്നത്. ഒരു പക്ഷേങ്കിൽ പൂർണ്ണിമയ്ക്കിനും ബോധ്യപ്പെടണം നിഖിൽ എങ്ങനെയുള്ളവനായിരുന്നു. അല്ലെങ്കിൽ ശ്രീഹരിക്ക് അച്ഛന് നേരത്തെ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ അച്ഛന് ശ്രീഹരിനെ ഇഷ്ടമായിരുന്നു, ശ്രീഹരി നല്ലവനെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചു നിർത്തുന്നു.